ബ്ലാക്ക്ബെറി ബ്രാൻഡ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതും ആപ്പിളിനെ തോൽപ്പിച്ച് 40% മാർക്കറ്റ് ഷെയറോട് കൂടി മാർക്കറ്റ് ലീഡർ ആയിട്ട്. ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ബ്ലാക്ക്ബെറിയുടെ ഇപ്പോഴത്തെ ബിസിനസ് കാറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണ്. ടാറ്റ, മഹേന്ദ്ര, ബെൻസ്, BMW, ഫോർഡ്, വോക്സ് വാഗൻ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പോപ്പുലർ കമ്പനീസും ഇവരുടെ ക്ലയൻസ് ആണ്. ഇവർക്ക് വേണ്ടി ഡാഷ്ബോർഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ADAS സിസ്റ്റം, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലാക്ക്ബെറി ആണ്. അതോടൊപ്പം 90% EV കാറുകളിൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക്ബെറിയുടെ QNX സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് യെസ്, ബ്ലാക്ക്ബെറി പ്രോഫിറ്റബിൾ ആണ്. 80% ഇവരുടെ ഗ്രോസ് മാർജിൻ. അതോടൊപ്പം 30% എബിറ്റും ഉണ്ട്. ആപ്പിളും കാറുകൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ ഒത്തില്ല. 10 ബില്യൺ ആണ് ആപ്പിളിന് ഇതിൽ നിന്ന് വന്ന ലോസ്. ആൻഡ് ലാസ്റ്റ് ഈ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം.